കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിൽ നിന്നാണ് ഈ വീഡിയോ നൽകുന്നത്. 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ ജൂലൈ 16 പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയ ആ പുണ്യ സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. തന്റെ സഭാ സമൂഹം ആ നാളുകളിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവായിരുന്നു. പുറമേ നിന്നും ഉള്ളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ കർമ്മലിത്ത സഭാ സമൂഹം ആ നാടുകളിൽ നേരിട്ടുകൊണ്ടിരുന്നു. തന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും തന്റെ സഭാ സമൂഹത്തിന് നവീകരണത്തിനുമായി 3 ദിനക്കാലം കഠിനമായ പ്രാർത്ഥനയിലും തപസ്സിലും സൈമൺ സ്റ്റോക്ക് ദൈവസന്നിധിയിൽ ചെലവഴിക്കുകയും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഉത്തരീയം നൽകി സൈമൺ സ്റ്റോക്കിനോട് പറഞ്ഞു, നീയും നിന്റെ സഭാ സമൂഹവും അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം ഈ ഉത്തരീയത്തിലുണ്ട്. വിശ്വാസത്തോടെ ഉത്തരീയം നീ അണിയുക. നിന്റെ സമൂഹത്തിലെ എല്ലാ വൈദികരെയും വ്യക്തികളെയും ഉത്തരീയം നീ ധരിപ്പിക്കുക. എന്റെ സഹോദരങ്ങളെ, ചരിത്രം പഠിപ്പിക്കുന്നു, ഈ സ്വർഗീയ ആയുധം ഉത്തരീയത്തിന്റെ ആ ഒരു അത്ഭുത കൃപയാലെ സുവിശേഷ സത്യങ്ങൾക്ക് യോഗ്യമാം വിധം ആ സമൂഹം പിന്നീട് ജീവിക്കുകയാണ്. അത്ഭുതകരമായ യൂറോപ്പിന്റെ മണ്ണിൽ കർമ്മലിത്ത സഭാ സമൂഹം തഴച്ചു വളരുകയാണ്. ഈ സന്ദേശം നമുക്ക് തരുന്ന ആത്മീയ അർത്ഥം എന്താണ്? നമ്മുടെ കുടുംബങ്ങളും വ്യക്തി ജീവിതവും നമ്മുടെ സഭയെല്ലാം ആത്മീയവും ഭൗതികവുമായി ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധികൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗം തന്ന ആ ഉത്തരീയം നമ്മൾ അണിയുക. വിശ്വാസത്തോടെ നമ്മൾ ഓരോരുത്തരും ഉത്തരീയം അണിയണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാം ഉത്തരീയം ധരിപ്പിക്കണം. ഈ സ്വർഗീയ ആയുധത്തിന്റെ ശക്തിയും ഈ നാളുകളിൽ അതിന്റെ മഹത്വവും നമ്മൾ പ്രചരിപ്പിക്കുന്നതിൽ തീഷ്ണതയുള്ളവരാകണം. അങ്ങനെ കർത്താവിനെ യോഗ്യമാം വിധം ജീവിച്ച് സ്വർഗോന്മുഖമായി അനേകം ആത്മാക്കൾ ഈശോയ്ക്ക് നേടുന്ന കൃപ നിറഞ്ഞ ജീവിതങ്ങളായി നമുക്കെല്ലാം മാറാം. ഉത്തരീയം അഴിഞ്ഞ് ഉത്തരീയം അത് അനേകർക്ക് അതിന്റെ പ്രാധാന്യം പ്രഘോഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷയിലേക്ക് ഈ തലമുറയെ നമുക്ക് നയിക്കാം. എല്ലാവരെയും കർത്താവായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.